പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തി. വോട്ടർമാരെ നേരിൽ കണ്ട് ഓരോ വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. LDF തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ EP ജയരാജൻ പങ്കെടുക്കും. ശരത് ഓങ്ങല്ലൂർ ചേരുന്നു. ശരത്ത്, കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ ആഘോഷമായിരുന്നു ഇന്നലെ. പാലക്കാട്ടുകാർ മുഴുവൻ ആ ഒരു സന്തോഷത്തിലായിരുന്നു. ഇന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് നീങ്ങുകയാണ്. എങ്ങനെയാണ് ഒരു സാഹചര്യം? ഷമി, കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ രണ്ടാം തേരാണിന്ന്. പക്ഷേ അതൊന്നും പ്രചരണത്തെ ബാധിക്കുന്നില്ല. ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ട് പരമാവധി വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യവുമായാണ് സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നത്. സ്ഥാനാർത്ഥികളെല്ലാം കൽപ്പാത്തിയിൽ എത്തുന്നുണ്ട്. കൽപ്പാത്തിയിലെത്തുന്ന വോട്ടർമാരെ കാണുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മറ്റിടങ്ങളിലെ വോട്ടർമാരെ കൂടി പരമാവധി കാണുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാനാർത്ഥികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് 6 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രധാനമായിട്ടും ജനസമ്പർക്ക പരിപാടികളിലൂടെയാണ് മുന്നോട്ട് പോകുന്ന LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ. അദ്ദേഹത്തിൻ്റെ വാഹന പ്രചരണ ജാഥ ഇന്നലത്തോടുകൂടി സ്വീകരണങ്ങൾ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ വേണ്ടിയിട്ട് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം എത്തി പരമാവധി വോട്ടർമാരെ കാണാൻ വേണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഇന്ന് സരിൻ്റെ നേതൃത്വത്തിൽ സരിന് വേണ്ടിയിട്ട് മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാം ഉണ്ട്. സ്ഥാനാർത്ഥി തൻ്റെ വികസന സങ്കല്പങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാക്കും. അതിനുശേഷം ഇന്ന് വൈകിട്ട് 5 മണിക്ക് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പങ്കെടുക്കുന്ന ഒരു പൊതുയോഗമുണ്ട്. സരിനെ വോട്ടഭ്യർത്ഥിച്ചു നടക്കുന്ന പൊതുയോഗം പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നടക്കുന്നത്. UDF സ്ഥാനാർത്ഥി രാവിലെ പിരായിരി പഞ്ചായത്തിലായിരുന്നു. ഇന്ന് UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും ഇന്ന് മണ്ഡലത്തിലുണ്ട്. അവരുടെ ഭാഗമായിട്ട് ഇന്ന് റോഡ് ഷോയും സംഘടിപ്പിക്കുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും പാലക്കാട് നഗര കേന്ദ്രീകൃതമായി പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ലക്ഷ്യത്തിലാണ്. ക്ഷമി ശരത്ത്, രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള UDFിൻ്റെ നേതൃത്വം നേരത്തെ പറഞ്ഞതുപോലെ വലിയ സജീവമായി മാധ്യമങ്ങളോട് ഇടപെടുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായി നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. UDFിൻ്റെ ഒരു നേതാക്കന്മാരുടെയും സ്ഥാനാർത്ഥി അടക്കമുള്ളവരുടെ ഒരു പ്രതികരണവും മാധ്യമങ്ങളിൽ കാണുന്നില്ല. ഈ പെട്ടിയുടെ വിശദീകരണത്തിന് വലിയ ആവേശത്തിൽ മുന്നിൽ നിന്നവർ പിന്നീട് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പുറമേക്ക് വരാൻ മടിക്കുകയാണോ? ഷമി, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ UDFിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള പ്രതികരണങ്ങളൊന്നും മാധ്യമങ്ങളോട് ഉണ്ടായിരുന്നില്ല. ഈ ട്രോളി വിവാദത്തിന് ശേഷം വളരെ പ്രതിരോധത്തിലാണ് UDF കേന്ദ്രങ്ങൾ. പറയുന്ന പല കാര്യങ്ങളും തിരിച്ചടിയാകുന്ന സാഹചര്യത്തിൽ വളരെ കരുതലോടുകൂടി മാത്രം മാധ്യമങ്ങളെ കണ്ടാൽ മതി എന്നൊരു തീരുമാനമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും പ്രതികരണം ആരായുമ്പോൾ അത്തരത്തിലുള്ള കാര്യമായ പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറാകുന്നില്ല. ഇന്നലെ VD സതീശൻ്റെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടത്തുക മാത്രമാണ് അതിനൊരു അപവാദമായിട്ട് പറയാനുള്ളത്. ഷമി, ശരത് ഓങ്ങല്ലൂരാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.